അതെ, ഈ ചോറിൻ്റെ സൈഡിലൊരു മീൻ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ ചോറ് തിന്നാൽ നല്ലൊരു ഉത്സാഹമായിരിക്കും. അപ്പോൾ ഇന്നിവിടെ മത്തി പൊരിച്ചതാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മയ്ക്ക് അനിയത്തിക്കൊക്കെ മത്തി പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ മത്തി പൊരിക്കുന്നത് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ തക്കാളി, മഞ്ഞൾ പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും വിനെഗറും പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഒരു മസാല ഉണ്ടാക്കിയേ. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് വൃത്തിയാക്കി നല്ല വരഞ്ഞ് വെച്ച് നമ്മൾ മത്തിക്കുട്ടികൾ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയും മത്തിക്കുട്ടികളുടെ മേലെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് 2 മണിക്കായിരുന്നു, ഉച്ചയ്ക്ക് 2 മണിക്ക്. അതുകൊണ്ട് എനിക്ക് അധികം റെസ്റ്റ് വെക്കാനൊന്നും സമയം കിട്ടിയില്ല. ഞാൻ അപ്പം തന്നെ എടുത്ത് പൊരിച്ചു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഈ മത്തിക്കുട്ടികൾ ഇതുപോലെ ഒന്ന് വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി നന്നായിട്ട് കഴിക്കുക. സൂപ്പറായിരിക്കും അല്ലേ? സൂപ്പറായിരുന്നേ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇണറും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇണർ ഇഷ്ടമുള്ളവരാണോ നിങ്ങളൊക്കെ? നിങ്ങളുടെ നാട്ടിൽ ഇണറിന് എന്താ പറയുക?